പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ ഒരു വലിയ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. UAE-യിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്, കുടിയേറ്റക്കാരാണ്. എന്നാൽ ആ രാജ്യത്തിലെ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സ്നേഹവും സഹിഷ്ണുതയുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടുപഠിക്കേണ്ടതാണ്. ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും നഗരത്തിൽ നിന്നുള്ള ദൃശ്യമല്ല. UAE-യിലെ അബുദാബിയിൽ BJP അനുകൂല പ്രവാസി സംഘടനയായ IPF മോദിക്ക് നൽകിയ സ്വീകരണമാണിത്. ഒരു ഇസ്ലാമിക രാജ്യമാണ് UAE. അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും പുലർത്തുന്ന സഹിഷ്ണുത കാണുക. കുറച്ച് പിറകോട്ട് പോകാം. രാജ്യം ഇന്ത്യ, സ്ഥലം പാർലമെന്റ്. അസദുദ്ദീൻ ഒവൈസി എന്ന ലോക്സഭാംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. BJP MPമാരുടെ പെരുമാറ്റം കാണുക. मैं असदुद्दीन ओवैसी जिसे लोकसभा का रुकन मुंतखब किया गया है. ഹിജാബ് പലർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്, മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ സംഘപരിവാർ നടത്തിയ കടന്നുകയറ്റം കാണുക. ഇനി UAE-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി സംഘടിപ്പിച്ച പരിപാടിയിലെ ജനക്കൂട്ടത്തെ കാണുക. ഇവരെല്ലാം ഹിന്ദുക്കളാണ്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങളാണ്. ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഹിജാബ് വിരുദ്ധ സമരം പോലെ UAE-യിൽ ആരും ഹിന്ദുക്കൾക്ക് മേൽ ഡ്രസ് കോഡ് അടിച്ചേൽപ്പിക്കുന്നില്ല. സഹിഷ്ണുത രാഷ്ട്രമായിട്ട് ലോകത്തിന് മാതൃകാ രൂപത്തിലേക്ക് നമ്മുടെ UAE മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ അമ്പലം പണിതും അതുപോലെ തന്നെ അമ്പലം അതിന് ഉദ്ഘാടനത്തൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്തൊക്കെ തന്നെ. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യം വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. തർക്കമില്ല കാര്യത്തിന്, അതാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തൊക്കെ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സംവിധാനം. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കകത്ത് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് സങ്കല്പമുള്ള രാജ്യം. ഇവിടെ എല്ലാ ജാതിയും മതസ്ഥരും ഒക്കെ തന്നെ ഒരുപോലെ കാണാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ആ രാജ്യത്ത് ഇന്ന് നടക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ നാണിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു രാമക്ഷേത്രം ഉണ്ടാക്കി. ആ രാമക്ഷേത്രം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നേരത്തെ ഒരു പള്ളിയായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിപ്പോകുന്നൊരു പള്ളിയായിരുന്നു അവിടെ. പക്ഷേ അവിടെയാണ് അത് 1992 പൊളിച്ചിട്ട് അവിടെ ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ കോടതി വിധി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനമായിട്ടാണ് രാമക്ഷേത്രം ഉയരുകയാണ്. ഇവിടെ രാമക്ഷേത്രം ഉയരുന്ന സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് വലിയ ഒരു വർഗീയത ഉണ്ടാക്കി തീർക്കുകയാണ്. ബാബറി മസ്ജിദ് തകർത്താണ് അയോധ്യയിൽ രാമക്ഷേത്രം കെട്ടി ഉയർത്തിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല, ഒരു രാഷ്ട്രീയോത്സവമായിരുന്നു. അയോധ്യ കൊണ്ട് തീർന്നില്ല. വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദിന്റെ നിലവറയിൽ പൂജ ആരംഭിച്ചിരിക്കുന്നു. അവിടെയും തീർന്നില്ല. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം എന്ന പേരിൽ ന്യൂനപക്ഷ വിരുദ്ധ ബിൽ പാസാക്കി. പിന്നാലെ ഹൽദ്വാനിയിൽ കലാപം.
UAE സർക്കാർ സൗജന്യമായി നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് 108 അടി ഉയരത്തിൽ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇത് ഇന്ത്യ മഹാരാജ്യത്തിന് വലിയൊരു പാഠമായി കാണേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള വലിയൊരു കാഴ്ചയായിട്ട് ഇത് മാറേണ്ടതാണ്. കാരണം ഈ രാജ്യത്ത് എത്ര മനോഹരമായിട്ടാണ് മനുഷ്യർ ഒരു മതങ്ങളുടെ വേലിക്കെട്ടുകളും ഇല്ലാതെ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലോ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൂക്കിന് താഴെ വരെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, അവർ കൊല്ലപ്പെടുകയാണ്. ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രസ്ഥാനത്തോടൊപ്പമാണ് നമ്മുടെ നരേന്ദ്രമോദിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലും മതവിശ്വാസത്തിൻ്റെ ഒരു ക്ഷേത്രമാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ക്ഷേത്രമാക്കി മാറ്റിക്കൊണ്ട് വലിയൊരു നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ഈ സമയത്ത്. കാരണം ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതൊക്കെ വന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ രാജ്യത്ത് പോയിട്ട് ഇതേപോലെ അവിടെ ഈ മതസൗഹാർദ്ദം കൊണ്ടുവരാൻ വേണ്ടി എത്ര മനോഹരമായിട്ടാണ് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നതെന്ന് അദ്ദേഹം കാണേണ്ടതാണ്. അത് നമ്മുടെ നാട്ടിലും മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാക്കണമെന്നാണ് ഇതുപോലെ പറയാനുള്ളത്. UAE ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ മതവിശ്വാസം സംരക്ഷിക്കാനായി UAE സർക്കാർ പുലർത്തുന്ന സ്നേഹവും സഹിഷ്ണുതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടുപഠിക്കണം.